ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യശില്പത്തിനടുത്താണ് നിൽക്കുന്നത്. തെക്കൻ കേരളത്തിലെ ചടയമംഗലത്തുള്ള പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ജടായുപ്പാറ. ശ്രീ രാജീവ് അഞ്ചൽ എന്ന സുപ്രസിദ്ധ കലാകാരൻ്റെ നിർമ്മാണ വൈഭവത്തിൻ്റെയും ദീർഘവീക്ഷണ മികവിൻ്റെയും നേർക്കാഴ്ച ഇവിടെ വന്ന് ഒരിക്കലെങ്കിലും കണ്ടാസ്വദിക്കേണ്ടതാണ്. ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രങ്ങളോട് കിടപിടിക്കാവുന്ന തരത്തിൽ തന്നെ ഇവിടമാകെ സംവിധാനം ചെയ്തിരിക്കുന്നു. ഏതാനും വർഷം മുമ്പ് സ്വിറ്റ്സർലൻഡിലെ ടിറ്റിലസ് പർവ്വതത്തിന് മുകളിലേക്ക് പോയപ്പോൾ കണ്ട കേബിൾ കാറുകളുടെ നിലവാരത്തിൽ ഒട്ടും കുറവില്ലാത്ത കേബിൾ കാറുകളും സംവിധാനങ്ങളുമാണ് ഇവിടെയുമുള്ളത്. അതിനുള്ളിലിരുന്ന് മലമടക്കുകളുടെ മനോഹാരിത മതിയാവോളം ആസ്വദിച്ചുകൊണ്ട് മുകൾ തട്ടിലെത്താം. തിരിച്ചിറങ്ങുന്നവരുടെ കേബിൾ കാറുകൾ സഞ്ചരിക്കുന്നത് കാണാനും നല്ല രസമാണ്. സാഹസികത ആഗ്രഹിക്കുന്ന ഊർജ്ജസ്വലരായ സഞ്ചാരികൾ പാറക്കെട്ടുകളിലെ കൽപ്പടികൾ ചവിട്ടി മുകളിലേക്ക് കയറുന്നതും കാണാം. പ്രതികൂല കാലാവസ്ഥയുള്ള ഇതുപോലുള്ള ദിവസങ്ങളിൽ പോലും ഇവിടെ ധാരാളം സഞ്ചാരികളെത്തുന്നുണ്ട്. പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത തരത്തിലുള്ള നിർമ്മാണമാണ് ഇവിടെ ആകെ കാണുന്നത്. ഈ മലമുകളിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്ന പ്രകൃതി ഭംഗി അവിസ്മരണീയവുമാണ്. മലമടക്കുകളുടെ മനോഹാരിത ആസ്വദിക്കാനുള്ള വ്യൂ പോയിൻ്റുകൾ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നു. മഹാഭാരതത്തിലും രാമായണത്തിലും ജടായുവിനെക്കുറിച്ച് പറയുന്നത് ബ്രഹ്മവംശത്തിൽ അരുണദേവന് ശ്വേനി എന്ന പക്ഷിയിൽ ജനിച്ചവനാണ് ജടായു എന്നാണ്. യൗവനകാലത്ത് ജ്യേഷ്ഠനായ സമ്പാദിയോട് പന്തയം വച്ച് സൂര്യമണ്ഡലത്തിലേക്ക് പറന്നവനാണ് ജടായു. സൂര്യൻ്റെ ചൂട് സഹിക്കാതായപ്പോൾ സമ്പാദി ജടായുവിനെ തൻ്റെ ചിറകിനുള്ളിൽ ഒതുക്കി രക്ഷിച്ചു. സമ്പാദി ചിറക് കരിഞ്ഞ് വിന്ധ്യാപർവ്വതത്തിലെവിടെയോ വീണു. സൂര്യമണ്ഡലത്തിലേക്ക് പോലും പറക്കാൻ കഴിവുള്ള ഈ ജടായുവാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ പറന്നുയർന്ന് തടഞ്ഞത്. ആ യുദ്ധത്തിൽ രാവണൻ്റെ വെട്ടേറ്റ് ചിറകരിഞ്ഞ് കിടക്കുന്ന ജടായുവിൻ്റെ ശില്പമാണ് ഇത്. തീർത്ഥാടകരായ ഭക്തരെ നിരാശപ്പെടുത്താത്ത ക്ഷേത്ര നിർമ്മിതികളും ഇവിടെയുണ്ട്. അതിൽ പ്രധാനം ശ്രീരാമനെയും അദ്ദേഹത്തിൻ്റെ ഭക്തനായ ഹനുമാനെയും ഭജിക്കാനും വണങ്ങാനും ഇവിടെ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളാണ്. അതിലേറ്റവും ശ്രദ്ധേയം ഹനുമാൻ്റെ പിന്മുറക്കാരെ ഇവിടെ സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന രീതിയാണ്. അധർമ്മം ചെയ്ത രാവണനോടേറ്റ് ചിറകറ്റു വീണ ജടായു സീതാന്വേഷണവുമായെത്തിയ രാമലക്ഷ്മണന്മാരെ കണ്ട് വിവരം ധരിപ്പിക്കുന്നത് വരെ മരണത്തോട് മല്ലിട്ടു. രാമലക്ഷ്മണന്മാരാണ് ജടായുവിൻ്റെ ജഡം സംസ്കരിച്ചത്. ധർമ്മ സംരക്ഷണത്തിനും പരോപകാരത്തിനുമായി ജീവത്യാഗം ചെയ്ത ജടായു ഒരു പ്രതീകമാണ്. അതുപോലെ പ്രധാനമാണ് മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളുമായുള്ള പരസ്പര ബന്ധം. അത് നിലനിർത്തി ജീവിതത്തെ അർത്ഥപൂർണമാക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ ഇവിടുത്തെ കുരങ്ങുകളുമായുള്ള സന്ദർശകരുടെ സമീപനങ്ങളിലും തിരിച്ചുള്ള പ്രതികരണങ്ങളിലും വ്യക്തമാകുന്നു. ശ്രീ രാജീവ് അഞ്ചലിൻ്റെ ഭാവനാ വൈഭവത്തെ നമിക്കാനുള്ള ധാരാളം കാഴ്ചാനുഭവങ്ങൾ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലുണ്ട്.